ഹായ്, ഇന്ന് നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിലാണ്. കൃഷി പണികളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 17-ന് ചിങ്ങം 1 കർഷകരെ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ. ഇപ്പോൾ നമ്മളിവിടെ ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ തെങ്ങ്, കമുക്, കുരുമുളക്, പിന്നെ മഞ്ഞൾ, അതുപോലുള്ള കൃഷികളൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ തെങ്ങിന് മറ്റൊക്കെ തടം വൃത്തിയാക്കി കുമ്മായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 5-8 ദിവസം ഈ കുമ്മായിട്ട് ഇങ്ങനെ കിടക്കണം. അതിനുശേഷം നമ്മൾ NPK കൊടുക്കണം. NPKയ്ക്ക് ശേഷം നമ്മൾ ബോറോൺ പോലുള്ള മെഡിസിൻസ് കൊടുക്കുക. അത് നമ്മൾ ഇട്ടിട്ടില്ല. അതിനുശേഷം ഇതിന് പച്ചില ചപ്പുകൾ ഇടണം. അതിന് നമുക്ക് കുറേ കിട്ടുന്ന ഈ മഴ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ കൃഷി രീതികൾ. ഇപ്പോൾ കള നീക്കി പറമ്പ് വൃത്തിയാക്കി ഇത്തരത്തിലുള്ള കൃഷി രീതികളൊക്കെ അവലംബിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഈൽഡ് കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ രാമൻകുട്ടി, എൻ്റെ ക്ലാസ്മേറ്റൊക്കെയാണ്. നേരത്തെ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങി നല്ല കൃഷിക്കാരന് പഞ്ചായത്തിൻ്റെ അവാർഡൊക്കെ കിട്ടിയതാണ് രാമൻകുട്ടിക്ക്. ഇല്ലേ രാമൻകുട്ടി? വാഴയൊക്കെ വെച്ചിട്ടില്ലേ? പച്ചക്കറിന്റെ കൃഷിയിൽ നിന്നുള്ള വരുമാനമാണല്ലേ പ്രധാനമായിട്ടും. പണിക്കും പോവും. പപ്പായ കൃഷിയൊക്കെ ഇപ്പം ശരിക്കും കിട്ടുവാണെങ്കിൽ നല്ല മെച്ചമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നമുക്ക് ഈ പപ്പായയുടെ നല്ല തൈകൾ ഇപ്പം കിട്ടുന്നില്ല. ഫലഭൂയിഷ്ടമായ കൃഷിയിടത്തിൽ സാധാരണ കളകളുടെ ശല്യം വളരെ കൂടുതലായിരിക്കും. അവ നീക്കം ചെയ്ത് വളപ്രയോഗം നടത്തിയാൽ മാത്രമേ വിളകൾക്ക് അത് ലഭിക്കുകയുള്ളൂ. കൂടാതെ നീക്കം ചെയ്ത കളകൾ വിളകളുടെ വളമായി മാറുകയും ചെയ്യും. ഇത് നാട്ടുപൂവനാണ്. ഇവിടെ നമ്മൾ ഏത്തവാഴ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരുതരം പിണ്ടിപ്പുഴുവിൻ്റെ കേടൊക്കെ വന്നിട്ട് ഇപ്പോൾ കൂടുതലായി നാട്ടുവാഴകളാണ് വെച്ചിരിക്കുന്നത്. ഇവയ്ക്ക് സ്വാഭാവികമായിട്ടും രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലായിരിക്കും. കുറച്ച് മഞ്ഞൾ കൃഷിയുണ്ട് നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞളിറക്കി നമ്മളിപ്പോൾ ഉണക്കി വെച്ചിരിക്കുകയാണ്. കുരുമുളക് ഇപ്രാവശ്യം കാര്യമായിട്ട് തിരി പിടിച്ചിട്ടില്ല. എന്താ മഴ കൂടുതലായിട്ടാണെന്തോന്ന് അറിയില്ല. ഈ തിരി പിടിക്കുന്ന സമയത്ത് മഴ ഉണ്ടെങ്കിലേ നന്നായിട്ട് തിരി പിടിക്കുകയുള്ളൂ. സമ്മിശ്ര കൃഷിയിൽ റംബുട്ടാനും കടപ്ലാവുമൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. കുറച്ച് പച്ചക്കറികളും. മഴ കൂടുതലായതിനാൽ പച്ചക്കറികൾ വേണ്ടവിധം ശരിയായിട്ടില്ല. കൃഷി ഒരു വരുമാനമാർഗം എന്നതിലപ്പുറം ശരീരത്തിനും മനസ്സിനും ആരോഗ്യകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് കൂടിയാണ്. കൃഷി രീതികൾ വളരെ ചെറുപ്പത്തിലേ മനസ്സിലാക്കിയിട്ടുള്ളതിനാൽ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ തന്നെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കാനാകുന്നുണ്ട്. ഓരോ ദിവസവും ചെടികളെയൊക്കെ തൊട്ട് തലോടി പറമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നത് തന്നെ മനസ്സിന് വളരെയധികം ഉന്മേഷകരമായ ഒരു കാര്യമാണ്. ഇത് ജാക്ക് ഫ്രൂട്ടിൻ്റെ വിയറ്റ്നാം എയർലി എന്നുള്ള രീതിയിലുള്ള ഒരു തൈ വെച്ചിരിക്കുകയാണ്. പ്രാവശ്യം ഒരു ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൾ സീസണും വെച്ചിട്ടുണ്ട് നമ്മൾ പറമ്പിൽ. ഓരോ കൃഷിഭൂമിയും ജൈവ വൈവിധ്യത്തിൻ്റെ കേന്ദ്രം കൂടിയാണ്. കൃഷിഭൂമിയിൽ വിവിധതരം പൂമ്പാറ്റകളും പക്ഷികളും അണ്ണാറക്കണ്ണന്മാരുമൊക്കെ ഓടിച്ചാടി നടക്കുന്നത് വളരെയധികം സന്തോഷകരമായി കാണപ്പെടും. ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുന്ന തോട്ടങ്ങളിൽ കൃഷിയിൽ നിന്നുള്ള വരുമാനം വളരെ മെച്ചവുമായിരിക്കും. ആവശ്യമായ മൂലകങ്ങൾ ശരിയായ സമയത്ത് നൽകുക എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ പരിപാലിക്കപ്പെടുന്ന ഒരു കൃഷിഭൂമിയിൽ കൃഷിക്കാരനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള സംതൃപ്തിയും സന്തോഷവും നൽകുന്നു.